വിസിബിൾ ആണോ? ആണാണ്. ഹലോ. ഓക്കെ. ഓക്കെ. സോ ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് മെറിൻ. ഞാനിവിടെ എസ്&ആറിൽ ജിയോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നു. അതിൻ്റെ കൂടെ പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കറന്റ് ഒരു സൈറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എസ്&ആറിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്, അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് സെമിസ്റ്ററാ ബിടെക്? S7. S7. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണേലും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണേലും പഠിച്ചു കാണുമായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ S&Rൽ ജിയോ ടെക്നിക്കലിന്റെ വർക്ക്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഫൗണ്ടേഷൻ റെക്കമെൻഡേഷൻ ആണ്. സൈറ്റിൽ നിന്ന് കിട്ടുന്ന ബോർലോഗ് ഡേറ്റ വെച്ചിട്ട് ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ പൈൽ ലോഡ് ടെസ്റ്റും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് അങ്ങനെയൊക്കെയുള്ള വർക്കാണ് കൂടുതൽ ഇവിടെ ചെയ്യുന്നത് ജിയോ ടെക്നിക്കൽ സൈഡിൽ. ഓക്കെ. സോ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ആണ്. കാരണം ആ ഒരു കംപ്ലീറ്റ് ബിൽഡിങ്ങും സ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ വരുന്ന കംപ്ലീറ്റ് ലോഡ്, എന്ത് ടൈപ്പ് ലോഡ് ആയിക്കോട്ടെ, ആക്സിയൽ ലോഡ്, ലാറ്ററൽ ലോഡ്, അതെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ തക്കതായ ഒരു ഫൗണ്ടേഷൻ വേണം നമ്മൾ എപ്പോഴും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുമ്പോൾ, അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ വേണം എപ്പോഴും കൊടുക്കാൻ. അത് ഏറ്റവും ബേസിക് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഒരു സൈറ്റിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും നമുക്ക് ആക്സസിബിളും ഏറ്റവും സിമ്പിളും ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ SPT ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സൈറ്റിൽ പോകുന്നു, അവിടെ ബോർ ഹോൾ ചെയ്ത് നോക്കുന്നു, ബോർ ഹോൾ ചെയ്ത് നോക്കുന്നു, അവിടുത്തെ എൻ വാല്യൂ എടുക്കുന്നു. ആ എൻ വാല്യൂ ബേസ് ചെയ്തിട്ട് ആ ഒരു സോയിലിന്റെ നേച്ചർ എന്തുമാത്രം സ്റ്റിഫാണ്, എന്തുമാത്രം ഡെൻസ് ആയിട്ടുള്ള സോയിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ SPT എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതൊരു ഇൻസിറ്റ്യൂ ടെസ്റ്റിംഗ് മെത്തേഡ്, അതായത് നമുക്ക് സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആണ്. ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കൂടുതലും എല്ലാവരും സൈറ്റ് ഇൻവെസ്റ്റിഗേഷന് പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് SPT. അപ്പം നമുക്ക് ഇതിനകത്ത് സോയിലിന്റെ ജിയോ ടെക്നിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ടൈപ്പ് സോയിലാണ്, അതിന്റെ നേച്ചർ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതിനകത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഡയഗ്രം കാണിച്ചു തരാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള SPT ചെയ്യുന്ന ഒരു ഡയഗ്രം. ഇത് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഡയഗ്രം ആയിരിക്കും. നമ്മളൊരു ഹാമർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുവാണ്. ആ ഹാമർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും എത്ര നമ്പർ ഓഫ് ബ്ലോസ് വെച്ചിട്ടാണ് ഈ ഒരു സോയിൽ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനകത്തിൽ ഈ ഫസ്റ്റ് നമ്പർ ഓഫ് ഒരു 15 ബ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ സീറ്റിംഗ് ഡ്രൈവ് ആയിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത 2 സെറ്റ് 15 ബ്ലോസ്, ആ നമ്പർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ SPT വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് 30 സെന്റിമീറ്റർ ഡെപ്ത് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്പർ ഓഫ് ബ്ലോസ്, എത്ര നമ്പർ ഓഫ് ബ്ലോസ് എടുത്തു, എത്ര തവണ നമ്മൾ ഹാമർ ഇങ്ങനെ അടിച്ചിറക്കി, അത് നോക്കിയാണ് ആ ഒരു സോയിലിന്റെ എൻ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ നിന്നുള്ള സാമ്പിൾ കളക്ട് ചെയ്യും. അത് നമ്മൾ ലാബിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടുത്തെ എന്ത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ടൈപ്പ് സോയിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അല്ലാതെ നമ്മൾ വിഷ്വലി ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് ബോർലോഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളേഴ്സ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാമ്പിളിനകത്തായിരിക്കും. ആ സാമ്പിൾ ഇങ്ങനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ സാമ്പിള് പുറത്തെടുക്കുന്നത്, സാമ്പിളർ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്ന് പറയുന്നു. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കും സാമ്പിൾ ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പം എന്താ പറയുന്നത്, കൊഹഷൻ, സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അത്രയും ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ്, അതായത് മോയ്സ്ചർ കണ്ടന്റും അങ്ങനെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് മാത്രമാണ് കുറച്ച് വേരിയേഷൻ വരുന്നത്. പിന്നെ ഇത് ഷെൽബി ട്യൂബ്സ് ആണ്. അപ്പോൾ ഇത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. ഒന്നെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് കാണും. ഒന്നെങ്കിൽ നമ്മളൊരു 15 മീറ്റർ വരെ ബോർ ചെയ്യുക എന്നുള്ളൊരു എയിമോടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ കിട്ടുന്നിടം വരെ ബോർ ചെയ്യുക. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ഡീപ്പായിട്ട് അവർ ചെയ്ത് നോക്കും. കാരണം വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 30 മീറ്ററോ അങ്ങനെയൊക്കെ വരെ അതിൽ കൂടുതലും ചിലപ്പോൾ പോകുന്ന കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഡെപ്ത് വരെ നമ്മളിത് ഈ ഡ്രില്ലിംഗ് ബിറ്റ് നമ്മൾ ബോർ ചെയ്ത് പോകുന്നു. പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് SPTയുടെ പ്രൊസീജിയർ. ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബോർ ലോഗ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു സൈറ്റിൽ നിന്ന് റഫായിട്ട് അപ്പോൾ എഴുതിയെടുക്കുന്ന ആ ഒരു കാര്യമാണ്. നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ വഴി എന്ത് ടൈപ്പ് സോയിലാണ് എന്ന് നമ്മൾ വിഷ്വലി കാണുന്ന വെച്ചിട്ട് എഴുതുന്നതാണ്. ഈ ഫസ്റ്റ് 15 സെന്റിമീറ്ററിലുള്ളത് നമ്മൾ എൻ വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഈ അടുത്ത 15 അത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ എൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 1 2 + 1 3 അങ്ങനെയാണ് ഈ എൻ വാല്യൂ എടുത്തെടുത്ത് പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് വാല്യൂ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യുവാണ്, അത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സോയിൽ ഇൻവെസ്റ്റ് അതായത് SPT ബോർലോഗ് ചെയ്ത് കഴിഞ്ഞു, ബോർഹോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫൗണ്ടേഷൻസിനെ പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻസ് തന്നെ ബേസിക്കലി 2 തരത്തിലുണ്ട്. ഷാലോ ഫൗണ്ടേഷനും ഉണ്ട്, ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മേ ബി അബൌട്ട് 3 മീറ്റർ ആ ഒരു ഡെപ്ത് വരെ അതിനുള്ളിൽ നിന്ന് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസിനെ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയാം. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് ഒരു 4-5 മീറ്റർ ഒക്കെ കഴിഞ്ഞ് താഴേക്ക് പോകുന്ന ഫൗണ്ടേഷൻസ് എല്ലാം ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ്. അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻസിനകത്ത് തന്നെ ഫൂട്ടിംഗും ഉണ്ട്, റാഫ്റ്റും ഉണ്ട്. ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഓരോ കോളത്തിന്റെ താഴെ വരുന്ന രീതിയിൽ നമുക്ക് ഫൂട്ടിംഗ് കൊടുക്കാം. അതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് വരുന്നത്. പിന്നെ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, അതായത് ഈ വാൾസിന്റെ താഴെ തന്നെ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ വരുന്ന ഫൂട്ടിംഗ്. പിന്നെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ കോളം വരുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ഫൂട്ടിംഗ് പോലെ കൊടുക്കുന്നു. അതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇതിപ്പോ ഒരു സിംഗിൾ കോളാണ് വരുന്നത്. അതിന് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, സിമ്പിൾ ആയിട്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുത്തേക്കുന്നു. ഇത് വേറെ ട്രപ്പിസോയിഡൽ സ്ലോപ്ഡ് ആയിട്ട് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ്. മറ്റേ നമ്മൾ കണ്ടത് റെക്ടാങ്കുലർ ടൈപ്പ് ഫൂട്ടിംഗ് ആയിരുന്നു, സ്റ്റെപ്പ് ഫൂട്ടിംഗ് എന്നൊക്കെ പറയാം. കോളം, സിംഗിൾ കോളം, അതിന് ഒരു സിംഗിൾ ആയിട്ടുള്ള ഫൂട്ടിംഗ്. ഇവിടെ 2 കോളം ഉണ്ട്, അതിന് കണക്ട് ചെയ്ത ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുത്തേക്കുന്നു. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വോള് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് താഴെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് കാണും 2 സൈഡിലേക്കും. അങ്ങനെ കൊടുത്ത് ഫൂട്ടിംഗ് കൊടുക്കുന്നു. ഇതിന് നമ്മൾ ഇൻവേർട്ടഡ് T എന്നൊക്കെയും വിളിക്കാറുണ്ട്, ഈ ഒരു ഇൻവേർട്ടഡ് T ഷേപ്പ് ആയതുകൊണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷനിൽ വരുന്നതാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. അതായത് ഇത് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നല്ല ലോഡൊക്കെ വരുന്ന പക്ഷേ വീക്ക് ആയിട്ടുള്ള സോയിൽ അങ്ങനെയൊക്കെ ഉള്ള ഏരിയാസിലാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് ത്രൂ ഔട്ട് ആ ഒരു നമ്മുടെ ഒരു പ്ലാൻ ഏരിയ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഫുൾ നമുക്ക് ബിൽഡിംഗ് വരുന്ന ഒരു ഇതാണ് പ്ലോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കംപ്ലീറ്റ് ബിൽഡിംഗ് ഏരിയയുടെ താഴെ നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. മറ്റേ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോളം വരുന്ന ആ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മൾ ഫൂട്ടിംഗ് ആയിട്ട് അല്ലെ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റാഫ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എല്ലാ ഏരിയയിലും വരും. ഈ സ്ട്രിപ്പ് ആണെങ്കിലും നമ്മുടെ വാൾസിന്റെ താഴെയാണ് വരുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് വരുമ്പോൾ അത്രയും കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഡെപ്ത് അത്രയും നമുക്ക് വേണ്ടി വരത്തില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ഫൂട്ടിങ്ങിന് ഡെപ്ത് ചിലപ്പോൾ ഉള്ളതിനേക്കാളും കുറവ് മതിയായിരിക്കും റാഫ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത്ര ഏരിയ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഈ ഏരിയ ഇത്രയും കവർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഫൂട്ടിംഗ് കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ മേ ബി ഈ ഒരു ടൈപ്പ് ഇവിടുത്തെ ഒരു സോയിൽ എന്ന് പറയുന്നത് മേ ബി ഇതിനേക്കാളും പെട്ടെന്ന് സെറ്റിൽ ആവുന്ന സോയിൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സെറ്റിൽ ആവും. അപ്പോൾ ഈ കംപ്ലീറ്റ് ഒരു ഫൂട്ടിംഗ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇങ്ങനെ ഡിഫറൻഷ്യൽ ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ നമുക്ക് കുറെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റാഫ്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടും പൈല് തന്നെയാണ് വരുന്നത്. ഫ്രിക്ഷൻ പൈലും എൻബെയറിംഗ് പൈലും, അതിന്റെ രണ്ടിന് കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ വരുന്ന പൈലും ഉണ്ട്. ഓക്കെ. ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൈലിന്റെ റെസിസ്റ്റൻസ് അല്ലെ കപ്പാസിറ്റി കിട്ടുന്നത് ഫ്രിക്ഷൻ ആക്ഷൻ വഴിയാണ്. അതായത് ആ സോയിൽ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ ആക്ഷൻ വഴിയാണ്
ഫ്രിക്ഷൻ പൈലിൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്. എന്നാൽ എൻഡ് ബെയറിംഗ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹാർഡ് ആയിട്ടുള്ള സ്ട്രേറ്റത്തിലേക്ക് റെസ്റ്റ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു പൈലിന്റെ കപ്പാസിറ്റി കിട്ടുന്നത്. കമ്പൈൻഡ് എൻഡ് ബെയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിന്റെ എഫക്റ്റും ഉണ്ടാവും. ഓക്കെ, ഇത് അണ്ടർറീംഡ് പൈൽസ് ആണ്. അണ്ടർറീംഡ് പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൈൽ വന്നിട്ട് താഴെ നമുക്കൊരു ബൾബ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ അണ്ടർറീം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ബൾബ് വരുമ്പോൾ അത് സിംഗിൾ അണ്ടർറീംഡും, ഡബിൾ 2 ബൾബ്സ് വരുമ്പോൾ ഡബിളും, പിന്നെ അതുപോലെ മോർ ദാൻ 2 വരുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ മിനിമം കൺസിഡർ ചെയ്യുന്ന ഒരു ഡെപ്ത് ഇവിടെ നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3.5 മീറ്റർ ഡെപ്ത് തൊട്ടാണ് അണ്ടർറീംഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ട്രാക്ടർ ബോർഡ് പൈൽസ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു എൻഡ് ബെയറിംഗ് ടൈപ്പ് പൈൽസ് ആണ്. അതായത് കൂടുതലും അതിന്റെ ആ ഒരു കപ്പാസിറ്റി കൂടുതലും കിട്ടുന്നത് നമുക്ക് ഹാർഡ് സ്ട്രേറ്റ് ആ ഒരു എവിടെയാണോ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ ഡെപ്തിൽ ഹാർഡ് സ്ട്രേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ടർ ബോർഡ് പൈല് കൊടുക്കാം. ഈ ട്രാക്ടർ ബോർഡ് ഉള്ള പേര് വരാൻ കാരണം നമ്മളതൊരു ട്രാക്ടർ എന്ന് പറയുന്ന ഈ ഒരു മെഷീന്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അതായത് അതിന്റെ ടോപ്പിൽ വെച്ചിട്ട് നമ്മളത് മൗണ്ട് ചെയ്തിട്ട് പൈല് ബോർ ചെയ്യുന്നതുകൊണ്ടാണ് ട്രാക്ടർ ബോർഡ് പൈൽ എന്നൊരു പേര് വരാൻ കാരണം. ഈ ട്രാക്ടർ പൈലിന്റെ തന്നെ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ ഡീം ചെയ്യുന്നത്. അതായത് ഈ സെയിം തന്നെയാണ്, പക്ഷെ ഡയറക്റ്റ് മഡ് സർക്കുലേഷൻ എന്ന് പറയും. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ നമുക്ക് ഹെവി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ അല്ലെ കൂടുതൽ ഡെപ്ത് നമുക്ക് പൈല് ബോർ ചെയ്യേണ്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ കൊടുക്കുന്ന പൈലാണ് DMC എന്ന് പറയുന്നത്. ബ്രിഡ്ജസ് അല്ലെങ്കിൽ അങ്ങനെ വലിയ അപ്പാർട്ട്മെന്റ്സ്, ഹൈറേസ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ DMC ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഗവൺമെന്റ് പ്രൊജക്ട്സിനൊക്കെ കൂടുതൽ DMC നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഷാലോ ഫൗണ്ടേഷൻ. അതായത് ബേസിക്കലി ഫൗണ്ടേഷന്റെ ഇക്വേഷൻ, കപ്പാസിറ്റി, SBC അങ്ങനെയൊക്കെ ഉള്ള കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മിനിറ്റ്. ഓക്കെ, സോറി. അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ ഇക്വേഷൻ ഇതാണ്. ഇത് തന്നെ നമുക്ക് ടെർസാഗി, വെസിക്, IS കോഡ് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇക്വേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ടെർസാഗി, IS കോഡ് ആ 2 ടൈപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. Q അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ അത് CNC SC DC QNQ SQ DQ പ്ലസ് 0.5 ഗാമ ബി N ഗാമ S ഗാമ D ഗാമ. ഇതെല്ലാം ഷേപ്പും ഡെപ്തും ഒക്കെ അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, അതുപോലെ IS കോഡിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് IS കോഡ് റെഫർ ചെയ്താലും ഇത് കാണാൻ പറ്റും. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷനിൽ സാൻഡ് വരുമ്പോൾ ഈ ഒരു ഇക്വേഷനും ക്ലേ വരുമ്പോൾ ഈ ഒരു ഇക്വേഷനും ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ലിക്വിഫാക്ഷൻ ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും നമ്മുടെ ലൂസ് ആയിട്ടുള്ള കൊഹഷൻലെസ് സോയിൽസ്, അതായത് സിൽറ്റ് അങ്ങനെയുള്ള സോയിൽസിലാണ് ഇത് കൂടുതലും. ലൂസ് ഫൈൻ സാൻഡ് അങ്ങനെയൊക്കെയുള്ള സോയിൽസിലാണ് ഇത് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഈ എർത്ത് ക്വേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലാറ്ററൽ ആയിട്ടുള്ള പെട്ടെന്ന് വൈബ്രേഷൻസും ഒക്കെ വരുന്ന ടൈമിൽ ഈ സോയിലിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിട്ട് അത് ഒരു ലിക്വിഡ് പോലെ ആക്ട് ചെയ്യും. അതായത് ഒട്ടും ഷിയർ സ്ട്രെങ്ത് ഇല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. ആ ഒരു ടൈമിലെ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ IS കോഡ് വരുന്നത് IS 1893 പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ലെസ് ദാൻ 1 ആണ്, ആ സോയിൽ ലിക്വിഫയബിൾ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ERP വഴി ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഡേറ്റ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സോയിലിന്റെ ലിക്വിഫയബിൾ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ജസ്റ്റ് ഈ കാണിച്ചേക്കുന്നത്.
നമ്മൾ ഈ കോഡ് റെഫർ ചെയ്തിട്ട് ഫാക്ടേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി 0.98 കിട്ടി. അപ്പോൾ <1 ആണ്, വിച്ച് മീൻസ് സോയിൽ ലിക്വിഫയബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആ സൈറ്റ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ സൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെന്റ് മെത്തേഡ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില കോളേജസിലൊക്കെ എലക്റ്റീവ് ആയിട്ടൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താണെങ്കിലും നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഒരു സൈറ്റ് വേണമല്ലോ, ഒരു ഗ്രൗണ്ട് വേണം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ സൈറ്റ് പോയി നോക്കിയിട്ട് നമുക്ക് ഒട്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്തൊരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു സൈറ്റ് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. പക്ഷെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു ഓപ്ഷൻ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെന്റ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിനെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ അതിനുള്ളൊരു മെത്തേഡാണ് ഈ സാൻഡ് പൈലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാൻഡ് പൈലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി വൈബ്രോ കോമ്പാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടിനെ വൈബ്രേഷൻ കൊടുത്ത് കോമ്പാക്ട് ചെയ്ത് എടുക്കുന്നു. അതിന്റെ തന്നെ ഒരു മിനി വേർഷനാണ് സാൻഡ് പൈലിംഗ്. ചെറിയ ഡയമീറ്റർ ഉള്ള പൈപ്പ് പോലത്തെ പൈപ്പ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അടിച്ചിറക്കുന്നു, എന്നിട്ട് അതിനകത്ത് നമ്മൾ അഗ്രിഗേറ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്നു. അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ചെറിയ ബേബി മെറ്റല്, സാൻഡ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്ത് നമ്മൾ താഴേക്ക് വൈബ്രേഷൻ കൊടുത്ത് കോമ്പാക്ട് ചെയ്ത് ഇറക്കുന്നു. അപ്പോൾ ആ സോയിൽ ഒന്ന് ഡെൻസിഫൈ ആവും. അപ്പോൾ അതിൻ്റെ ആ ഒരു വോയിഡ്സ് ഒക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചുകൂടെ ആ ഒരു സോയിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആവും. അത് ഈ ലിക്വിഫയബിൾ ആയിട്ടുള്ള സോയിൽസിന് ഒരു നല്ലൊരു മെത്തേഡാണ് ഈ സാൻഡ് പൈലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോയിൽ റിമൂവ് ചെയ്തിട്ട് അവിടെ വേറെ നല്ല സോയിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ടോപ്പിൽ മേ ബി ഒരു 1-1.5 മീറ്റർ മോശം സോയിലായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല സോയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1.5 മീറ്റർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നല്ല മണ്ണ് കൊണ്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് ലെയേഴ്സ് ആയിട്ട് കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്യണം. വെറുതെ കൊണ്ട് നമ്മൾ ഡംപ് ചെയ്തിട്ട് യൂസ് ഒന്നും ഉണ്ടാവില്ല. എത്ര നല്ല മണ്ണാണെങ്കിലും ഡംപ് ചെയ്തിട്ട് ഒരു യൂസും കാണില്ല. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഒരു 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിൽ ഓരോ ലെയർ കോമ്പാക്ട് ചെയ്ത് റോളറും ഒക്കെ വെച്ചിട്ട് ടാമ്പ് ചെയ്ത് നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ സോയിലിന്റെ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ആവും, ആ ഒരു നല്ലൊരു സോയിലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ സ്റ്റോൺ കോളം ഇൻസ്റ്റലേഷൻ, ഹാർഡ് കോർ ലെയർ റീപ്ലേസ്മെന്റ്, ഗ്രൗട്ടിങ്, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെന്റ് മെത്തേഡ്സ് ആണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടും ഒക്കെ വരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇത്. സ്റ്റോൺ കോളം ഇൻസ്റ്റലേഷൻ ഈ സാൻഡ് പൈലിംഗ് പോലെ തന്നെയാണ്, കുറച്ചുകൂടെ വലിയ ടൈപ്പ് സ്റ്റോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മറ്റേ സാൻഡ് പൈലിംഗിന് നമ്മൾ കുഞ്ഞ് അഗ്രിഗേറ്റ്സ് അല്ലെ കുഞ്ഞ് ബേബി മെറ്റൽ അല്ലെ സാൻഡ് അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹാർഡ് കോർ ലെയർ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് റബിൾ പാക്കിംഗ് എന്ന് വേണേൽ വിളിക്കാം. അതായത് നമ്മൾ കുറച്ച് എക്സ്കവേറ്റ് ചെയ്തിട്ട് കല്ല് നിരത്തി നന്നായിട്ട് പാക്ക് ചെയ്ത് എടുക്കുന്നു. അതാണ് ഈ ഹാർഡ് കോർ ലെയർ. അത് ബ്രിക്ക് വെച്ചിട്ടും ചെയ്യാറുണ്ട്. സോളിംഗ് എന്നൊക്കെ ജനറലി നമ്മുടെ കൊളോക്കിയൽ ആയിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ സോളിംഗ് എന്നൊക്കെ പറയും. ഗ്രൗട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് പല രീതിയിലുണ്ട്. ഗൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് കുറച്ച് ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെന്റ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അതാണുള്ളത് തിയറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ നമുക്ക് വരുന്ന കുറച്ച് റിപ്പോർട്ട്സ് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് സൈറ്റിൽ നിന്ന് ഡേറ്റ കിട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ റബിൾ പാക്കിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പൊ ഈ കേസിൽ ഇതൊരു ഒരു ചർച്ച് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു സോയിൽ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ഒരു G+2 ബിൽഡിംഗ്, അതായത് ഗ്രൗണ്ട് പ്ലസ് ഒരു 2 നില എക്സ്ട്രയും കൂടെ പണിയുന്ന ഒരു ബിൽഡിംഗ്, അതാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തിൽ ഇവർക്ക് വന്നേക്കുന്നത് ടോപ്പിൽ സിൽറ്റി ക്ലേ ആണ്. സിൽറ്റി ക്ലേ എന്ന് പറയുമ്പോൾ ക്ലേ ആണ്, അതിന്റെ കൂടെ സിൽറ്റ് കണ്ടന്റ് ഉണ്ട്. CH എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ, ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ ആണ് CH എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ സോയിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സാൻഡ്, ക്ലേ, അതുപോലെ സിൽറ്റി സാൻഡ്, ക്ലേ സാൻഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പല ടേം ഈ സിമ്പിൾസ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, പല ആൽഫബറ്റ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ SM എന്ന് പറയുമ്പോഴത്തേക്കും M എന്ന് പറഞ്ഞാൽ സിൽറ്റ് ആണ്, S എന്ന് പറയുമ്പോൾ സാൻഡ് ആണ്. അപ്പോൾ സിൽറ്റി സാൻഡ് വിച്ച് മീൻസ് സിൽറ്റ് കണ്ടന്റ് ഉള്ള സാൻഡ്, അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനും പിന്നെ ഇത് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത്.
പിന്നെ ബോർലോഗ്, അത് ജസ്റ്റ് ബോർലോഗിൽ സിമ്പിൾ അവരെന്തോ കാണിച്ചേക്കുന്നതാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഡെപ്ത്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര മീറ്റർ ഡെപ്ത് താഴെയാണ് എത്ര മീറ്റർ ഡെപ്ത് താഴെ വരെ ഈ ഒരു ലെയർ ഉണ്ട്, അതാണ് ഈ ഡെപ്ത് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് ബ്ലോസ്, അത് നമ്മൾ നേരത്തെ കണ്ട SPT ബേസ് ചെയ്തിട്ട് തന്നെ ഈ 2+3 ഫസ്റ്റ് 15 സെന്റിമീറ്റർ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി 2 ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് എൻ വാല്യൂ. ഇതാണ് ഒരു നമുക്ക് കിട്ടുന്ന ടിപ്പിക്കൽ ഒരു ബോർലോഗ് എന്ന് പറയാം. നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് ആ സൈറ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് എഴുതിയെടുക്കുന്ന നമ്മൾ നേരത്തെ കണ്ടു, ഇത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 മീറ്റർ വരെ എൻ വാല്യൂ ഭയങ്കര കുറവാണ്, 5 ഉള്ളൂ. സിൽറ്റി ക്ലേ ആണ്. ക്ലേ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സോയിലാണ്. അത് കഴിയുമ്പോൾ പക്ഷെ നമുക്ക് സാൻഡ് കിട്ടുന്നുണ്ട്. 3, 4.5, ഈ ഒരു 6.5 മീറ്റർ വരെ ഈ ഒരു സാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് സാൻഡ് ആണല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് ക്ലേ ആണ്, വീണ്ടും എൻ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണ്. അപ്പോൾ ഈ ഒരു ഡെപ്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡെപ്ത് 6.5ന് മുകളിൽ എവിടെയെങ്കിലും ഫൗണ്ടേഷൻ കൊടുത്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ 3 മീറ്റർ വരെ നല്ല സോയിൽ അല്ല, 5 ഉള്ളൂ എൻ വാല്യൂ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് എടുക്കണം. അതിന് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു 3 മീറ്റർ വരെ നമ്മൾ ആ ഒരു സിൽറ്റി ക്ലേ റിമൂവ് ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1 മീറ്റർ ഡെപ്തിൽ റബിൾ ഫില്ല് ചെയ്തേക്കുവാണ്. റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ല്, പല വലിയ കല്ല് ആവണം എന്നില്ല, പല സൈസിലുള്ള കല്ല് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അതായത് വോയിഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റോൺ ആകുമ്പോൾ എന്താണെങ്കിലും നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഫൂട്ടിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു അൺഡ്രീംഡിൻ്റെ ഒരു റെക്കമെൻഡേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി അൺഡ്രീംഡിന് 40, 45, 50 സെന്റിമീറ്റർ ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെ കപ്പാസിറ്റിയും ആക്സിൽ കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോർലോഗും ഈ ഒരു പേജിൽ ക്ലയന്റ് ഷെയർ ചെയ്യുന്നത് ലാബ് ഡേറ്റ ആയിരിക്കും. നമ്മുടെ ആ ഒരു ബോർഹോള് ചെയ്തെടുത്ത ഓരോ ഡെപ്തിലെ സോയിൽ ലാബിൽ കൊടുത്തിട്ട് അവർ എന്തുമാത്രം ഇപ്പൊ ഫസ്റ്റ് ലെയർ എടുത്ത സിൽറ്റി ക്ലേ എന്ന് പറയുമ്പോൾ എന്തുമാത്രം സിൽറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, ക്ലേ ഉണ്ട്, ലിക്വിഡ് ലിമിറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കി പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. അങ്ങനെ അതാണ് ഈ ഒരു കേസിൽ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാൻഡ് പൈലിംഗ് കൊടുത്ത ഒരു റെക്കമെൻഡേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് യൂഷ്വലി ഒരു ഫ്രണ്ട് പേജ് ഒക്കെ കാണും. പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ആരാണ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബോറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബോറിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങളെന്നൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് കോഡുണ്ട്. ബോർഹോളിന് IS 1892, 1979 അത് ബേസ് ചെയ്തിട്ടാണ് അവർ ബോർഹോള് ഡ്രിൽ ചെയ്തേക്കുന്നതും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഈ SPTയുടെ ഒരു കോഡുണ്ട്. പിന്നെ IS 2131, 1981. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹാമർ ഉണ്ട്. 63.5 കിലോ ഉള്ള ഹാമർ ഡ്രോപ്പ് ചെയ്യുന്നു, എന്നിട്ട് നമ്പർ ഓഫ് ബ്ലോസ് കൗണ്ട് ചെയ്യുന്നു. ആ ഒരു പ്രൊസീജിയർ ഒക്കെ അവരിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാബ് ടെസ്റ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ട് ചെയ്തത് അതും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ബോർലോഗിലേക്ക് വരുന്നത്. ബോർലോഗും ലാബ് ഡേറ്റയും ഇതാണ് യൂഷ്വലി കിട്ടുന്ന ഒരു ഫോർമാറ്റ്, ക്ലയന്റ് നമുക്ക് തരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും ടോപ്പിൽ നമുക്ക് 3.7 മീറ്റർ ഡെപ്ത് വരെ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3.7 മീറ്റർ ഡെപ്ത് വരെ സാൻഡ് ആണ്. അത് കഴിയുമ്പോൾ സാൻഡ് ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ഷെൽ ഡസ്റ്റും കൂടെ വരുന്നുണ്ട്. പിന്നെ ക്ലേ സാൻഡ്, വീണ്ടും സാൻഡ് വിത്ത് ഷെൽ ഡസ്റ്റ്, ക്ലേ, വീണ്ടും പിന്നെ സാൻഡി സിൽറ്റി ക്ലേ, പിന്നെ ക്ലേ സിൽറ്റി സാൻഡ് വിത്ത് ഷെൽ ഡസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സോയിലിന്റെ പ്രൊഫൈല് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ വരുന്നത് ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ്, G+2, അതായത് ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർസ് കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു 3.7 മീറ്റർ ഡെപ്ത് വരെ എൻ വാല്യൂ എപ്പോഴും ഒരു 2 ഡിജിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് അത്യാവശ്യം നല്ലൊരു സോയിൽ എന്ന് പറഞ്ഞു തുടങ്ങാൻ നമുക്ക് പറ്റുന്നത്. എപ്പോഴും സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ സോയിൽ വളരെ വീക്ക് ആയിരിക്കും.
അപ്പോൾ സിംഗിൾ ഡിജിറ്റിൽ നമ്മൾ കഴിവതും ഫൗണ്ടേഷൻ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു 5.7 മീറ്റർ ഡെപ്തിൽ ഈ ഒരു 3.7 തൊട്ട് ഈ ഒരു 2 മീറ്റർ നമുക്ക് അത്യാവശ്യം നല്ല എൻ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3.7 മീറ്ററിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ തന്നെ എന്തെങ്കിലും ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റും. പൈലിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് താഴേക്ക് ചെല്ലുമ്പോൾ പൈല് കൊടുക്കുന്നത് കപ്പാസിറ്റി കുറവായിരിക്കും. കാരണം ഇവിടെ നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആണ് എൻ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3.7 മീറ്റർ ഡെപ്ത് വരെ സാൻഡ് പൈലിംഗ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ 100 mm ഡയമീറ്റർ ഉള്ള പൈപ്പാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് 50 സെന്റിമീറ്റർ സ്പേസിങ്, അതായത് വളരെ 50 സെന്റിമീറ്റർ വളരെ അടുത്തടുത്ത് നമ്മളിതിങ്ങനെ ചെയ്യണം സാൻഡ് പൈലിംഗ്. അത് ചെയ്തിട്ട് 3.7 മീറ്റർ വരെ ചെയ്തിട്ട് നമ്മൾ 2 മീറ്റർ ഡെപ്തിലാണ് ഫൂട്ടിങ് കൊടുത്തേക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ എൻ വാല്യൂ ഇംപ്രൂവ് ചെയ്തു എന്ന് എൻഷുർ ചെയ്ത് നോക്കണം. ഒന്നുകിൽ നമുക്ക് സൈറ്റിൽ ഈ ഒരു SPT കൂടെ കണ്ടക്ട് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സൈറ്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും റോഡൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ധാരണയിൽ ചെയ്യാനും പറ്റും. നമ്മളൊന്ന് ജസ്റ്റ് ബ്ലോ പോലെ കൊടുത്തു നോക്കിയിട്ട് എന്തുമാത്രം ഹാർഡായിട്ടുള്ള സോയിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ അൺഡ്രീംഡിന്റെ ഒരു റെക്കമെൻഡേഷനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു 4 മീറ്റർ ഡെപ്തിൽ. അതാകുമ്പോൾ നമുക്ക് താഴെ ഒരു 1.7 മീറ്റർ വരെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു 2.5 മീറ്റർ വരെ ഒക്കെ അങ്ങനെ കിട്ടുന്നതാണ് ആക്ച്വലി കൂടുതൽ നല്ലത്. പക്ഷെ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ 4 മീറ്റർ തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സാൻഡ് പൈലിങ്ങിന്റെ ഒരു ഓപ്ഷൻ റെക്കമെൻഡേഷൻ വരുന്നത്. പിന്നെ ഒരു ബ്രിഡ്ജിന്റെ റെക്കമെൻഡേഷൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ആണ് വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിഫ്ബിയുടെ വർക്കാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രിഡ്ജാണ്. വടകര ആ ഒരു റീജിയനിലുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പം ഈ ഗവൺമെന്റ് വർക്കിന് കൂടുതലും ഇവർ ഹാർട്ട് സ്ട്രേറ്റ് വരെയൊക്കെ ബോർ ചെയ്ത് പോവാറുണ്ട്. ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനി ആണ് ഇതിന്റെ അണ്ടർടേക്കിംഗ് വരുന്നത്. അപ്പോൾ കുറേ നമ്പർ ഓഫ് ബോർ ഹോൾസ് കാണും. നമ്മുടെ പ്രൈവറ്റ് പ്രൊജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോർ ഹോൾസ് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ ബോർ ഹോൾസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ 4 ബോർ ഹോളാണ് വന്നിരിക്കുന്നത്. അതും അതിന്റെ ലാബ് ഡേറ്റയും വന്നിട്ടുണ്ട്. ഇത് കോർ റിക്കവറി ഡേറ്റ ആണ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗവൺമെന്റ് വർക്കിന്റെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഒക്കെ വെച്ചിട്ട് ഒരു ഇമേജ് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഈ റോക്ക് വരുന്ന കേസിൽ അവർ ആ റോക്കും കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. എന്നിട്ട് ആ റോക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന്റെ സ്ട്രെങ്ത് ഇതുപോലെ നോക്കും, കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നോക്കും. എന്നിട്ട് റോക്കിന് ഒരു ഡെസിഗ്നേഷൻ ഉണ്ട്, നമുക്ക് RQD എന്ന് വിളിക്കും. ഇതാണ് റോക്കിന്റെ കോർ കട്ട് ചെയ്ത് എടുക്കുന്ന സാമ്പിൾസ്. കോർ കട്ടിങ് നിങ്ങൾ നമ്മുടെ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സോയിൽ കോർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വലിയ വലിയ വർക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഗവൺമെന്റ് പ്രൊജക്ട്സിനൊക്കെയാണ് കൂടുതലും വരുന്നതെന്ന് തോന്നുന്നു. പ്രൈവറ്റിന് അങ്ങനെ അധികം ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതുപോലെ റോക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ആ ഒരു സ്ട്രെങ്തും കൂടെ അവർ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ RQD എന്ന് പറയുന്ന ഒരു റോക്ക് ക്വാളിറ്റി ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് ആ റോക്ക് എന്തുമാത്രം നല്ലതാണ് അല്ലെങ്കിൽ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനാണ് അവർ ഈ റോക്ക് സാമ്പിൾസ് കൂടെ കളക്ട് ചെയ്യുന്നത്. ഈ കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട് അത് നോക്കിയിട്ട് സ്ട്രെങ്ത് അനലൈസ് ചെയ്യും. ഇതിനെല്ലാം നമുക്ക് IS കോഡ് ഉണ്ട്. ഇത് IS 44642020 വെച്ചിട്ടാണ് ഈ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ട് ഇവര് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുപോലൊരു റിക്കവറി ഡേറ്റയാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൽ ഇമേജസ് ഒന്നും ഉള്ളതേ ഉള്ളൂ. RQD അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 25%, 43. അപ്പൊ RQD എന്തുമാത്രം ഹൈ ആവുന്നോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അത്രയും നല്ല റോക്കാണ് അതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ റോക്കാണ്, പക്ഷെ ഇതൊക്കെ കുറച്ചുകൂടി വീക്കാണ്, 14% ഒക്കെ വരുന്നത്. ഓക്കെ, ഇത് അതിന്റെ ലാബ് ഡേറ്റയും കാണും.
ഓക്കെ. ഇവിടെ ഇപ്പോൾ 4 ബോർഹോൾസ് ആണുള്ളത്. അതിൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു റിപ്പോർട്ടിന്റെ ഫോമാറ്റ് ഇതാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു റെഫറൻസ് ഐഡി കാണും. പിന്നെ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്, പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്, എന്ത് സ്ട്രക്ചർ ആണ്. അത് കഴിഞ്ഞിട്ട് ബോർഹോൾ, നമ്മൾ ആ തന്നിരിക്കുന്ന ബോർഹോൾ ഡിസ്ക്രിപ്ഷൻ കാണും. പിന്നെ നമ്മൾ എന്ത് ടൈപ്പ് റെക്കമെൻഡേഷൻ ആണോ കൊടുക്കുന്നത്. ഇപ്പൊ കൂടുതലും ഗവൺമെന്റ് പ്രൊജക്ട് ഒക്കെയാണ് ഇതുപോലെ ബ്രിഡ്ജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ DMC ആയിരിക്കും കൊടുക്കുന്നത്. അത് കഴിവതും നമ്മൾ ഹാർഡ് റോക്ക് അല്ലെ ഹാർഡ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം നമ്മൾ എന്താണേലും ഒരു പൈൽ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ഡെപ്തിൽ കൊടുത്ത് ചെറിയ കപ്പാസിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതിലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലെയറിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ഒരു 3-4 മീറ്റർ ഡിഫറൻസിലായിരിക്കും നമുക്ക് റോക്ക് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാർഡ് റോക്കിലേക്കുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചെറിയ പ്രോജക്റ്റ്, അതായത് വീട് അങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴെ പോയി ഹാർഡ് റോക്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സ്ട്രക്ചറും എന്ത് ടൈപ്പ് പ്രൊജക്റ്റ് ആണ്, എന്തുമാത്രം ലോഡ് വരുന്നു, എത്ര നാളത് വിസ്റ്റാൻഡ് ചെയ്യണം, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ്, ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ഫൗണ്ടേഷൻ കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്, എത്ര ലോഡ് വരും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ലോഡ് വരും എന്നുള്ളത് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. പക്ഷെ ബാക്കി എന്ത് ടൈപ്പ് പ്രൊജക്ട് എന്നൊക്കെ ഉള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഈ ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒരു ബ്രിഡ്ജ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇതുപോലെ DMC പൈല് കൊടുക്കും. അത് ഹാർഡ് റോക്കിലേക്ക് കുറച്ച് എംബഡ് ചെയ്ത് നിർത്തും. അതായത് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അകത്തേക്ക് കുറച്ച് അകത്തേക്ക് കയറ്റി നമ്മൾ എംബഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ ഒരു ഹാർഡ് റോക്കിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഫോമാറ്റ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ റീംഡ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള സോയിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് സ്ട്രേറ്റ് ഒന്നും ഇല്ല. എല്ലാം വളരെ വീക്ക് ആയിട്ടുള്ള സോയിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസ് 0 N വാല്യൂ 0-1 ആണ്. നമുക്ക് സൈറ്റ് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ഇവിടെ പറ്റില്ല. കാരണം 0-1 നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലേ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റും പറ്റില്ല. നമുക്ക് പൈലിംഗ് മാത്രമാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഡബിൾ അണ്ടർ റീംഡ് പൈലാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഈ ഡബിൾ അണ്ടർ റീംഡ് പൈല് നമുക്ക് വേണമെങ്കിൽ ഈ 20 മീറ്റർ വരെ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ നമുക്ക് അത്രയും ഡെപ്ത് പോയിട്ടും വലിയ യൂസ് ഒന്നും കാണില്ല. അപ്പൊ വെറുതെ നമ്മൾ നമ്മുടെ ടൈമും മണിയും അത്രയും വേസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു 10 മീറ്റർ കഴിയുന്ന ഏതെങ്കിലും ഒരു ഡെപ്തിൽ കൊണ്ടുപോയി നമ്മൾ ഡബിൾ അണ്ടർ റീംഡ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ്. നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട്സ് ചെയ്യുന്നതൊക്കെ എന്നുള്ളതിന്റെ ഒരു ഡെമോ പോലെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?